കോൺഗ്രസിൽ കൂടുമാറ്റം തന്നെയാണ് എനിക്കും അഭിപ്രായമുള്ളത്. നമ്മളിപ്പോൾ ഏറ്റവും അവസാനം കേട്ട പേര് അശോക് ചവാൻ്റെ, വിദ്യാർത്ഥികാലം മുതൽക്ക് ഉള്ള കോൺഗ്രസ്സുകാരൻ, സംസ്ഥാന കോൺഗ്രസിൻ്റെ മറാഠ മുഖമാണ്. 2008 മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിനും തുടർ വിവാദങ്ങൾക്കും ശേഷം വിലാസ് റാവു ദേശ്മുഖ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നിശ്ചയിച്ചത് അദ്ദേഹത്തിൻ്റെ പേരാണ്. അങ്ങനെയാണ് അശോക് ചവാൻ മുഖ്യമന്ത്രിയാകുന്നത്. പിന്നീട് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ആദർശ് ഹൗസിംഗ് കോളനി ഫ്ളാറ്റ് അഴിമതി ആരോപണം, അത് മലയാളിയായ ജോസി ജോസഫാണ് അഴിമതി ആരോപണം പുറത്തു കൊണ്ടുവന്നത്. അതെ, അതിനുശേഷമാണ് അദ്ദേഹത്തിന് ആ മുഖ്യമന്ത്രി സ്ഥാനം തെറിച്ചത്. അപ്പോഴും അദ്ദേഹം മറ്റു പാർട്ടിയിലേക്ക്, BJP-യിലേക്ക് പോകാനൊന്നും ആലോചിച്ചിരുന്നില്ല. മഹാരാഷ്ട്ര നിയമസഭയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി തുടർന്നു, MP ആയി തുടർന്നു. അപ്പോൾ ആ സമയത്തൊന്നും BJP-യിലേക്ക് പോകാൻ അദ്ദേഹം തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ അടുത്ത പേര് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മിലിന്ദ് ദേവ്രയുടെ പേരാണല്ലോ. അല്ല, മിലിന്ദ് ദേവ്രയുടെ പേരും അതിനിടയ്ക്ക് വരുന്നത് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത്. UPA സർക്കാരിന്റെ കാലത്ത് പെട്രോളിയം മേഖലയെ നശിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചയാണ് മുരളി ദേവ്ര എന്ന കോൺഗ്രസ് നേതാവ്, അല്ലേ? അപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലെ അംബാനിമാരുടെ പ്രതിനിധി എന്ന പേര് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ മുരളി ദേവ്രയെയും തുടർന്ന് മകൻ മിലിന്ദ് ദേവ്രയെയും സംരക്ഷിച്ച് BJP കൂടുതൽ കോൺഗ്രസ് തന്നെ ആ സമയത്ത് കൂടുതൽ പദവികൾ നൽകിയിട്ടാണ് അവരെ കൂടെ കൂട്ടി നിർത്തിയിരുന്നത്. അതിനുശേഷം BJP പാളയത്തിലേക്ക് മിലിന്ദ് ദേവ്രയും വരുന്നു. ഇനി അംബാനിമാരുടെ പ്രതിനിധിയായി സുഖമായി BJP-യിൽ തന്നെ അദ്ദേഹത്തിന് തുടരാൻ സാധിക്കും. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിലെ പ്രധാന നേതാവ് മഹാരാഷ്ട്രയിലെ ബാബാ സിദ്ദിഖും ദേവരയ്ക്കൊപ്പം പോയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ തന്ത്രങ്ങൾ BJP മെനയുന്നത് എന്നുള്ളതാണ്. 2024 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനങ്ങളൊന്നാണ് മഹാരാഷ്ട്ര, അല്ലേ? അപ്പോൾ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് നേതാക്കളെ ഇങ്ങോട്ട് വലിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ഇത് എന്തുകൊണ്ട് കോൺഗ്രസിൽ സംഭവിക്കുന്നു എന്ന് കൂടി പരിശോധിക്കേണ്ടതെന്ന് തോന്നുന്നു. ഇപ്പോൾ പല നേതാക്കളുടെയും പേര് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, കുറച്ച് കാലമായി ഒഴുകുന്ന നേതാക്കൾ. വിട്ടുപോയൊരു പേര് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന കിരൺ റെഡ്ഡി പോയി. അവിഭക്ത ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു കിരൺ റെഡ്ഡി, കോൺഗ്രസിന്റെ. അദ്ദേഹവും പോയല്ലോ BJP. അപ്പോൾ അതിലൊരു കാരണം, കിരൺ റെഡ്ഡിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് അന്ന് ജഗനെ ഒഴിവാക്കി പകരം കിരൺ റെഡ്ഡിയാണ് മുഖ്യമന്ത്രിയാക്കിയത്. ജഗന് അനുഭവ പരിചയമില്ല എന്ന് പറഞ്ഞിട്ടാണ് കിരൺ റെഡ്ഡിയെ മുഖ്യമന്ത്രി. ഫലത്തിൽ അതോട് കോൺഗ്രസ് ഇല്ലാതായി. അതോടുകൂടെ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ഇത്രയും കൂടുമാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരു നിയതമായ ഒരു ഐഡിയോളജി കോൺഗ്രസിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കുറച്ചുകൂടി അഴിഞ്ഞ സംവിധാനമാണല്ലോ. പാർട്ടിക്ക് അപ്പോഴപ്പോഴുള്ള നേതാക്കളുടെ നിലപാടുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ അണികൾ നിൽക്കുന്നത്. അത് ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ കമൽനാഥിൻ്റെ നിലപാട് കുറച്ചുകൂടി ഹിന്ദുത്വയോട് അടുത്ത് നിൽക്കുന്ന നേതാവാണ്. അവിടുത്തെ അണികളും ആ രൂപത്തിലായിരിക്കണം. അതുകൊണ്ടാണ് അവിടെ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷൻ കിട്ടിയത്. അപ്പോൾ നെഹ്റുവിൻ്റെ കാലത്തെ കോൺഗ്രസ് അല്ല, പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ കോൺഗ്രസ്, പിന്നീട് നരസിംഹറാവുവിൻ്റെ കാലത്തെ കോൺഗ്രസ്, പിന്നീട് അത് കഴിഞ്ഞ രാജീവ് ഗാന്ധിയിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ഹിന്ദുത്വയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിന് അതാത് കാലത്തെ നേതാക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാടുകൾ നിൽക്കുന്നു എന്നുള്ളത് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ BJP-യിലേക്ക് പോകുന്നത് BJP ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നില്ല. രാഷ്ട്രീയ ഭിക്ഷാന്തഹികളാണ്, പൊസിഷനുമായി ബന്ധപ്പെട്ടാണ്, സ്ഥാനമാനങ്ങൾ ബന്ധപ്പെട്ടാണ് നേതാക്കൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കമൽനാഥിൻ്റെ കാര്യത്തിൽ തന്നെ കേൾക്കുന്നത് രാജ്യസഭാ സീറ്റ്, മകന് സീറ്റ് എന്നടക്കമുള്ള വാഗ്ദാനങ്ങൾ ലഭിക്കുന്നതാണ്, കേന്ദ്രമന്ത്രി സ്ഥാനം. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഓഫറുകൾ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്, അല്ലാതെ ഹിന്ദുത്വയോട് അടുത്തുകൊണ്ടല്ല. അപ്പോൾ അതിനോടേക്ക് പോകുന്ന ഘട്ടം വരുമ്പോൾ ഹിന്ദുത്വയോട് അടുത്തുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ രൂപത്തിൽ കൂടുതൽ നേതാക്കൾ പോകാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോഴുള്ള നേതൃത്വത്തിന് വേണമെങ്കിൽ അങ്ങനെ ഒഴിഞ്ഞു പോകുന്നവർ പോകട്ടെ, രാഹുൽ ഗാന്ധി ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പോകുന്നവർ പോകട്ടെ എന്ന് പറയുമ്പോൾ, പക്ഷേ പൂർണ്ണമായും ഒഴിഞ്ഞു പോകുന്നൊരു ഘട്ടത്തിലേക്ക് കൂടി പോകുന്നു. നോക്കൂ, ന്യായയാത്ര പകുതി വഴിക്ക് നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്, പെട്ടെന്ന് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. UP-യിൽ ഏറ്റവും കൂടുതൽ യാത്ര നടത്താനിരുന്ന യാത്രയാണ് UP പകുതിയാക്കുന്നുള്ളൂ. അപ്പോൾ അതിനു മുന്നേ യാത്ര അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു അവസ്ഥ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. കോൺഗ്രസിൽ കൂടുമാറ്റം തന്നെ, അല്ലേ? Meet the editors.